നല്ല ഒന്നാന്തരം വിദ്യാഭ്യാസം ലഭിക്കേണ്ട ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യത്തെ, അറ്റ്മോസ്ഫിയറിനെ ഈ വിധത്തിൽ നശിപ്പിച്ചതിൻ്റെ പ്രഥമവും പ്രാഥമികവുമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞ് നിലവിളിക്കുന്ന ഈ കൂട്ടർക്കൊക്കെ തന്നെയാണ്. അധ്യാപകനെ തല്ലുക എന്നൊക്കെ പറയുന്നത് എന്താ? അതിനെക്കുറിച്ചൊക്കെ പറയും. അങ്ങനെ ജ്ഞാനം വിതരണം ചെയ്യുന്ന ഒരു വിദ്യാലയത്തിൽ ഇത്തരം ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സ്ത്രീയെ ഒരു അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി പുലബന്ധം പോലുമില്ലാത്ത ആളുകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗസ്റ്റുകളായി അനുവദിക്കരുത് എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. ഒരു കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു അധ്യാപകൻ, പ്രിൻസിപ്പൽ എന്ന നിലയിൽ എന്നെ ഈ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധ വീണ ഒന്ന് രണ്ട് വാർത്തകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയും ആകർഷിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വിഷയം, തിരുവനന്തപുരത്തുള്ള കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ അവരുടെ കോളേജിലെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായി സണ്ണി ലിയോൺ എന്നു പേരുള്ള ഒരു നടിയെന്ന് വിളിക്കാവുന്ന അറിയത്തില്ല, ഒരു ലേഡിയെ, കുപ്രശസ്തയായ ഒരു ലേഡിയെ കോളേജ് യൂണിയൻ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുകയും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അത് തടയുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. രണ്ടാമത്തെ വാർത്ത, കൊയിലാണ്ടിയിലെ ഒരു കോളേജിൽ, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ളൊരു കോളേജാണ്. ആ കോളേജിലെ പ്രിൻസിപ്പൽ അതിൻ്റെ അഡ്മിഷൻ ദിവസം ഒരു വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഒരു സംവിധാനത്തിന് തടസ്സം നിന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കാരണത്തിനിട്ട് വലിച്ചൊരു അടി കൊടുത്തു എന്നുള്ള വാർത്തയാണ്. ഈ രണ്ട് വാർത്തകളും ചേർത്ത് വായിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പരിചയത്തിൽ നിന്നും ഞാൻ പറയുന്നത്. പതിറ്റാണ്ടുകളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ അക്രമവും തോന്നിയവാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പുറകിലുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിദ്യാഭ്യാസത്തിന് നിലവാരമില്ല. ഈ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം നശിപ്പിച്ചതാരാണ്? അധ്യാപകരുടെ ഇടയിൽ സംഘടനകളുണ്ടാക്കി അധ്യാപകർ എന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ തനി തൊഴിലാളികളുടെ നിലവാരത്തിലേക്ക് അവരെ താത്തുകയും പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അക്കാഡമിക് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ പുറന്തള്ളിക്കൊണ്ട് രാഷ്ട്രീയക്കാരായിട്ടുള്ള അധ്യാപകരെ മാത്രം പ്രിൻസിപ്പൽ കസേരകളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലെ അക്കാഡമിക് ബോഡികളിലോ വൈസ് ചാൻസലർ പോസ്റ്റുകളിലോ ഒക്കെ, പ്രിൻസിപ്പൽ പോസ്റ്റുകളിലൊക്കെ എത്തിക്കുകയും ചെയ്ത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിച്ച് കളഞ്ഞവരാണ്. എന്നിട്ട് യാതൊരു മനക്ലേശവുമില്ലാതെ പറയുകയാണ് വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു പോയി. ഈ പറയുന്നയാളുടെ വിദ്യാഭ്യാസ നിലവാരം എന്താണ്? ഞാനിത് സംസാരിക്കുന്നത് അദ്ദേഹത്തോടുള്ള വിരോധം കൊണ്ടല്ല. എൻ്റെ കുട്ടികളടക്കമുള്ള, എൻ്റെ മക്കളടക്കമുള്ള, ഞാനടക്കമുള്ള ആളുകൾക്ക് വിദ്യ നേടേണ്ട, നല്ല ഒന്നാന്തരം വിദ്യാഭ്യാസം ലഭിക്കേണ്ട ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യത്തെ, അറ്റ്മോസ്ഫിയറിനെ ഈ വിധത്തിൽ നശിപ്പിച്ചതിൻ്റെ പ്രഥമവും പ്രാഥമികവുമായ ഉത്തരവാദിത്വം ഈ പറഞ്ഞ് നിലവിളിക്കുന്ന ഈ കൂട്ടർക്കൊക്കെ തന്നെയാണ്. ഒക്കെ തന്നെയെന്നാൽ അവർക്ക് തന്നെയാണ്. ഈ കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പളിനെ തല്ലിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുക്കാൻ പോലീസ് മടിച്ചു. കാരണം പോലീസിനെ നിയന്ത്രിക്കുന്ന ചരടുകൾ പുറകിലുണ്ട്. അധ്യാപകനെ തല്ലുക എന്നൊക്കെ പറയുന്നത് എന്താ? അതിനെക്കുറിച്ചൊക്കെ പറയുക. അപ്പനെ തല്ലുക, ഗുരുവിനെ തല്ലുക, അത് മേന്മയാണെന്ന് പറഞ്ഞു നടക്കുക. പിറ്റേ ദിവസം ആ കോളേജിൻ്റെ ഗേറ്റിൽ മൈക്ക് കെട്ടി അയാളുടെ നെഞ്ചിൽ ഞങ്ങൾ കൊണ്ടാട്ടം നടത്തുമെന്നൊക്കെ പ്രസംഗിക്കുക. നമ്മൾ പണ്ട് പറഞ്ഞ ചണ്ഡാള പ്രവൃത്തി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇതൊരു ജാതിയുടെ വിഷയമല്ല, പ്രവൃത്തിയുടെ വിഷയമാണ്. ഏറ്റവും നീചമായ പ്രവൃത്തി ഗുരുവിനെ നിന്ദിക്കുക, ഗുരുവിനെ ആക്രമിക്കുക. ഗുരുക്കന്മാർ കോളേജിൽ വരുന്നത്, അല്ലെങ്കിൽ അധ്യാപകർ കോളേജിൽ വരുന്നത് പിള്ളേരുടെ കയ്യാങ്കളി നടത്താറാണ്. ഒരു ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടി ഏത് സാറിനെയാണ് തല്ലാൻ മേലാത്ത? സാറന്മാർ പിള്ളേരോട് തല്ലുകൂടാൻ വേണ്ടിയാണോ ചെല്ലുന്നത്? അല്ലെ തല്ലുകൂടി മസിലിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയാണോ ചെല്ലുന്നത്?
കോളേജിൽ വിദ്യ അഭ്യസിക്കാൻ വരുന്നു എന്ന് പറയുന്ന ഈ കൂട്ടർ അതിനുവേണ്ടി വരുന്നവരല്ല, വിദ്യാർത്ഥിയല്ല, പേര് മാത്രം വിദ്യാർത്ഥി. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറായിട്ടുള്ള തലപ്പത്തിരിക്കുന്ന അദ്ദേഹം പറയുന്നു ഇത് ക്രിമിനൽസാണ്. വളരെ ശരിയാണ്. അത് കേമത്തരാണെന്ന് പറഞ്ഞു നടക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ മുകളിലുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ മറുഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാര്യം. പോൺ മൂവീസ്, തുണി കൊടുക്കാതെ അഭിനയിക്കുന്ന ലൈംഗിക കേളികളുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒരു കോളേജിലെ പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടുവരിക. തിരുവനന്തപുരം കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജ് സംഭവിച്ച കാര്യമാണ്. ഈ സ്ത്രീയെ വിളിച്ച് ഗസ്റ്റായിട്ട് കൊണ്ടുവരും. അത് തടയാനുള്ളൊരു ഒരു മൂല്യബോധമെങ്കിലും ആ വൈസ് ചാൻസലർക്ക് ഉണ്ടായി എന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ. സിനിമാ നടന്മാരെയും നടിമാരെയും കോളേജ് ക്യാമ്പസിൽ കൊണ്ടുവരുന്നത് ഇക്കാലത്തൊരു ട്രെൻഡാണ്. ഞാനിരുന്ന സ്ഥാപനങ്ങളിലൊക്കെ സംബന്ധിച്ച് ഇത്തരം ആളുകളെയല്ല. വാസ്തവത്തിൽ ക്യാമ്പസിൽ ക്ഷണിച്ചു വരുത്തേണ്ടത് അക്കാഡമിക് പ്രാവീണ്യമുള്ള ആളുകളെയാണ്. അത് അക്കാഡമിക് എക്സലൻസിൻ്റെ സ്ഥലമാണ്. കലാകാരന്മാരെന്ന് പറയുമ്പോഴും പലപ്പോഴും എന്തെങ്കിലും കലകളിൽ ഔദ്യോഗികമായ രീതിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളെയാണ് ക്ഷണിക്കേണ്ടത്. ഒരു കലയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു പൊതു ഫംഗ്ഷനിലേക്ക് എപ്പോഴും അക്കാഡമിക് പ്രാവീണ്യമുള്ള ആളുകളാണ് വരേണ്ടത്. ഒന്ന് മുഖം കാണിച്ചു പോകാൻ ഏതെങ്കിലും സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ള ആളുകൾ വാങ്ങിക്കുന്ന 50,000-ഉം 1,00,000 രൂപയാണ്. ഈ പണം കൊടുത്തിട്ടാണ് ഈ ആളുകളെ ഇവർ ഈ കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അടുത്ത വർഷത്തെ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ ആളുകളെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കും. വിദ്യ എന്ന് പറയുന്നത് അത് ജ്ഞാനസമ്പാദനമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ജ്ഞാനവും ജീവനും ദൈവത്തിൽ നിന്നാണ്. അത് ഏത് ഫിലോസഫിയിലാണെങ്കിലും, ക്രിസ്ത്യൻ ഫിലോസഫിയിലാണെങ്കിലും, ഇന്ത്യൻ ഫിലോസഫിയിലാണെങ്കിലും ജ്ഞാനവും ജീവനും ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അത്രയും പ്രധാനപ്പെട്ടതാണ് ജ്ഞാനം. അങ്ങനെ ജ്ഞാനം വിതരണം ചെയ്യുന്ന ഒരു വിദ്യാലയത്തിൽ ഇത്തരം ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സ്ത്രീയെ ഒരു അതിഥിയായി ക്ഷണിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത്, ആ ഒരു നിലവാരത്തിലേക്ക് വിദ്യാർത്ഥികൾ താഴുന്നു എന്ന് പറയുന്നത് എത്ര മ്ലേച്ഛമായ ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം ഒരു ക്യാമ്പസിൽ വിദ്യ തേടി എത്തുന്നതിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും വിദ്യാർത്ഥികളെയല്ല. ഇവിടെയൊക്കെ പാർട്ടി ക്യാമ്പസുകൾ എന്ന് പറയുന്ന ക്യാമ്പസുകൾ പരിചയമുണ്ട്. ഞാൻ ചെയ്ത ക്യാമ്പസുകൾ അത്തരം കാര്യങ്ങൾ അനുവദിച്ചിരുന്നില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ഒരു കെമിസ്ട്രി അധ്യാപകൻ എന്ന നിലയിൽ പരീക്ഷയ്ക്ക് പോകുമ്പം ഈ വടകരയടുത്തുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരിക്കൽ പരീക്ഷ നടക്കുമ്പോൾ പരീക്ഷാ ഹാളിൽ കടന്നു വന്ന് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാരെ ഒരു വിദ്യാർത്ഥിയെ വലിച്ചു പുറത്തിട്ട തല്ലിയ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾ വിദ്യാലയങ്ങളിൽ വന്ന് കയറുന്നുണ്ട്. അവർ വിദ്യ അന്വേഷിച്ച് വരുന്നവരെയല്ല, വിദ്യയുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അത്തരം സാഹചര്യങ്ങളിലൂടെ ഇവർക്കൊക്കെ ഭരണത്തിലിരിക്കുന്നവരുടെ വലിയ പ്രൊട്ടക്ഷനാണ്. പോലീസുകാർ വന്നാൽ ഈ പറയുന്ന പരാതി കൊടുക്കുന്നതിൻ്റെ പേരിലാണ് കേസ്. കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പാൾക്കെതിരെ കേസുണ്ടായെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടി വാങ്ങിയത് പ്രിൻസിപ്പാളാണ്. അടി കൊണ്ട പ്രിൻസിപ്പളിന് നേരെ കേസെടുക്കുക. അദ്ദേഹം ഒരു ഗുരുവാണെന്ന് ഓർക്കണം. അത് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ആ സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്ത ആളാണ്. എന്ന് പറഞ്ഞാൽ 10-35 വർഷം അധ്യാപകനായി ജോലി ചെയ്ത വളരെ സീനിയറായിട്ടൊരു മനുഷ്യനാണ്. ഗുരു എന്ന് മാത്രമല്ല, ഒരു സീനിയർ സിറ്റിസൺ കൂടിയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ട് ആ ആളുകളുടെ നേരെ പരാതി എടുക്കാതെ, അത് അവരുടെ നേരെ കൊടുത്ത പരാതി എടുക്കാതെ ഇയാളുടെ പേരിൽ കൊടുത്ത കള്ളക്കേസാണ് പോലീസ് ആദ്യം അന്വേഷിച്ചതെന്നൊക്കെ പത്രങ്ങൾ വരികയുണ്ടായി. അപ്പോൾ നമ്മളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവത്തെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതി അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ സംഭവിച്ചതല്ല, 50 വർഷം കൊണ്ട് സംഭവിച്ചത്. ഞാൻ 1971 മുതൽ വിദ്യാർത്ഥി, ഞാൻ 1ാം ക്ലാസ് ചേരുന്നത് 1969-ലാണ്. ആ കാലഘട്ടം മുതൽ കണ്ടുവരുന്ന നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയം, ഞാൻ അന്നു മുതൽ ഇത് ശ്രദ്ധിക്കുന്ന ആളാണ്. അപജയം പിന്നീട് അധ്യാപകനായും പ്രിൻസിപ്പളായും ഒക്കെ ഇരുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള അപജയം. ഞാൻ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴായിക്കോട്ടെ അധ്യാപകനായിരിക്കുമ്പോഴട്ടെ ഇതിനെ തടയാൻ എന്നെക്കൊണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെയും ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ ശക്തി വളരെ 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 ആക്റ്റീവായിരുന്നു. ഇതിന് മുഴുവൻ റിസോഴ്സുകൾ ലഭിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ആളുകളിൽ നിന്നാണ്. ഈ കൊയിലാണ്ടി കോളേജിലാണെങ്കിലും പ്രിൻസിപ്പളിന് അടി കൊടുത്ത ആൾ പുറത്തു നിന്ന് വന്നതാണ്, അയാൾ ആ കോളേജിലെ വിദ്യാർത്ഥിയല്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ വിദ്യാർത്ഥികൾ മൂല്യമില്ലാത്തവരായി, അല്ലെങ്കിൽ എ ഗ്രേഡും വാങ്ങിയിട്ട് പേരെഴുതാൻ അറിയില്ല എന്ന് മന്ത്രി തന്നെ പറയുന്ന ഒരു നിലയിലേക്ക് എത്തിയത് ഈ കൂട്ടർ എത്തിച്ചേർത്തതാണ്. വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കൊടുക്കുന്നതല്ലേ അവന് പഠിക്കാൻ പറ്റും.
അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിദ്യാർത്ഥിക്ക് പഠിക്കാൻ പറ്റും. നമ്മളുടെയൊക്കെ വീട്ടിൽ നിന്ന് പോകുന്ന മക്കളാണ്. അവർക്ക് നിങ്ങൾ എന്ത് വിളമ്പി നൽകുന്നു അത് ഭക്ഷിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവർക്ക് കൊടുത്തതാണ് അവർക്ക് കിട്ടിയത്. എന്നിട്ട് ഈ അധ്യാപക യൂണിയനുകളെയും അല്ലെങ്കിൽ സ്വാധീനിച്ച് വെറുതെ ഫ്രീ ആയിട്ട് മാർക്കിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ മാർക്ക് കുറച്ച് അധ്യാപകനെ ശിക്ഷിക്കുക. ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്തിപ്പെട്ടു. ഇനി ഇതെങ്ങനെ രക്ഷപ്പെടും എന്നതിനെ സംബന്ധിച്ചാണ് ശരിക്കും ഗൗരവതരമായി ചിന്തിക്കേണ്ടത്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന ഗസ്റ്റുകൾ അത് വിദ്യാഭ്യാസവുമായി ബന്ധമുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസവുമായി പുലബന്ധം പോലുമില്ലാത്ത ആളുകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗസ്റ്റുകളായി അനുവദിക്കരുത് എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ കോടതികളിൽ നിന്ന് പ്രിൻസിപ്പൽമാർ നേടിയെടുത്തതായി കണ്ടു എന്നുള്ളത് ഒരു ശുഭോദർക്കമായ വാർത്തയായും എനിക്ക് തോന്നുന്നുണ്ട്. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.